ഗായ്സ് കണ്ട ഫുള്ള് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഫുള്ള് ബ്ലോക്ക് ആട്ടോ. ഇതെന്താണ് ഒരു പിടുത്തം കിട്ടുന്നത്? ഒരു രക്ഷയില്ല കേട്ടോ, വണ്ടി വിടുന്നില്ല കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം തന്നു, വേറെ ഒരു വണ്ടികൾക്ക് ഇതുണ്ടോ, എല്ലാം സ്കൂൾ വണ്ടികളാണ്. പല സ്ഥലത്തൂടെയാണ് തിരിച്ച് ഈ അടുത്തൂടെ പോകുന്ന വണ്ടികളാണ്. വേറെ കാര്യമുണ്ട്, ഇവിടെ പോലീസ് വണ്ടി നിർത്തിയിട്ടുണ്ട്. വേറെ വലിയ വണ്ടി എന്ന് പറഞ്ഞ സാധനങ്ങൾ ഒന്നും വിടുന്നില്ല, നമ്മളിവിടെ പിടിച്ചിട്ടാകും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബ് ലുധിയാനയിലാണ്. ഓ ഗൈസ് നോക്കൂ, കാഴ്ചയാണ്. നമ്മുടെ കാതിനും കണ്ണിനൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണം. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല, കേൾക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഫോണൊക്കെ മാറ്റി പിടിച്ച വണ്ടിയൊക്കെ പഞ്ചാബിലെ തന്നെ വലിയ സിറ്റികളിലൊന്നാണ്. അതിലും സന്തോഷമായിട്ട് അത്ര പറഞ്ഞപ്പോ. ഓ ഗൈസ് നോക്കൂ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബ് ലുധിയാനയിലാണ്. ഓ ഗൈസ് നോക്കൂ, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മൾ ഫസിലിക്ക നമ്മളൊരു സ്ഥലത്തോട്ട് വന്നായിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് ഇന്നലത്തെ വീഡിയോ പറഞ്ഞു, ഇപ്പൊ ഓർക്കണില്ല കേട്ടോ. എന്നെ സംഭവം വെച്ചാൽ ഇന്നലെ നമ്മൾ അവിടെ ഇട്ടിട്ട് അവിടെ 2 പാകിസ്ഥാൻ അതിർത്തികളുണ്ടായിരുന്നു, അങ്ങോട്ട് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് നമ്മൾ നടന്നില്ല. കാരണം നമ്മൾ ഇന്നലെ ചെന്ന ടൗണിൽ നമ്മുടെ വണ്ടി ഇടാനായിട്ട് സമ്മതിച്ചില്ല, പെട്രോൾ പമ്പിൽ ഇടാൻ സമ്മതിച്ചില്ല. പിന്നെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഭയങ്കര ഡ്രഗ്സിന്റെയും മയക്കുമരുന്നിന്റെ ഏരിയ കേട്ടോ പഞ്ചാബ്. പഞ്ചാബ് എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല കരുതിയ പഞ്ചാബ്. പഞ്ചാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു ഇതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭയങ്കര ടെററാണ് ആൾക്കാർ എല്ലാരും ഇല്ലേ. പഞ്ചാബിന്റെ ആ ഏരിയ ഭയങ്കര ഡേഞ്ചറാന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾ ലുധിയാനയ്ക്ക് പോവാന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ലുധിയാനയ്ക്കാണ്. എന്തായാലും ലുധിയാനയിൽ വന്നതിൽ 2-3 ഉപകാരങ്ങളുണ്ട് നമുക്ക്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ ചെറുക്കനത്, ഈ കാണുന്ന ഇവിടെ, അതായത് ഇന്നലെ നമ്മൾ എവിടെയാണോ വണ്ടി ഇട്ട് കിടന്നത് അവിടെ തന്നെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് അല്ലേ. നമ്മുടെ വണ്ടിയുടെ ടയർ മാറണം, അതുപോലെ നമ്മുടെ വണ്ടിക്ക് ഗ്രീസ് അടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്തിട്ട് വണ്ടിയുടെ കിരികിരി സൗണ്ട് വരും അല്ലേ. ഇച്ചിരി വന്നു തുടങ്ങി, ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട്. വേറെ കുഴപ്പമുണ്ട് ഇതിനെ, നമ്മുടെ വണ്ടിക്ക് താഴെ കൂടുതലായതുകൊണ്ട് ആരും ഇത് ചെയ്യാൻ ഇച്ചിരി മടിയാണ്. അതായത് പൊക്കമുള്ള സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ഞങ്ങളിപ്പോ നിൽക്കുന്ന ഹൈവേയുടെ തൊട്ട് സൈഡിലാട്ടോ. ഈ കാണുന്നത് അമൃത്സറിന് പോകുന്ന ഹൈവേ ആണ്. ഓക്കെ, അതിന്റെ തൊട്ട് സൈഡിലാണ് നമ്മൾ വണ്ടി ഇട്ടാക്കണേ. ഓക്കെ, നമുക്ക് അപ്പുറം കിടക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ ഭയങ്കര കൂടുതലാണ്. എന്തായാലും ആദ്യം പോയി നമുക്ക് ലുധിയാനയിൽ പോയി ടയർ മാറ്റാം. പിന്നെ നമ്മൾ ഈ വണ്ടി ഇട്ട സ്ഥലം ഉണ്ടല്ലോ ഇവിടെ കേട്ടോ, കാരണം എവിടെയും പാർക്കിങ്ങോ സാധനങ്ങളൊന്നും കിട്ടില്ല. ഇതൊക്കെ വേസ്റ്റും അതുപോലുള്ള സാധനങ്ങളൊക്കെ കിടക്കുന്ന ഏരിയ ആണ്. വലിയ കച്ചറ കേട്ടോ, അതായത് ഈ കാണുന്നതൊക്കെ കച്ചറ ഏരിയകളാണ്, അതായത് ഈ വേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കാണിച്ചു കേട്ടോ, നമ്മൾ കിടന്നിറങ്ങി അത് തന്നെ. ഓക്കെ, എനിക്ക് ആ സൈഡിൽ കണ്ട കാഴ്ചയാണ് നമ്മൾ കാണിച്ചത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇവിടെ ഏറ്റവും നല്ല ടയർ ഷോപ്പ് ഏതാന്ന് നോക്കുക. അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ട് നേരെ വണ്ടിക്ക് ഇച്ചിരി തേലടിക്കണം. തേലടിച്ചില്ല നേരെ മുന്നോട്ട് പോകില്ല. രാവിലെ തന്നെ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നോട്ടെ. ഇവിടെ എണ്ണയ്ക്ക് റേറ്റ് കുറവ് കേട്ടോ. അല്ല, ഇവിടെ എണ്ണയ്ക്ക് വില കുറവാ, 86 രൂപയുള്ളൂ. അവിടെ ആണേല് 97, 100 രൂപ വരെ വന്നല്ലേ. ഇവിടെ വിലക്കുറവ്, വളരെ വിലക്കുറവ് ഇവിടെ. ആണോ? നമ്മുടെ വയറും പറ്റിക്കിടക്കുവാണ്, നമ്മുടെ എല്ലാം പറ്റിക്കിടക്കും അല്ലേ ഇവനെ സത്യത്തില്. സാമ്പാർ, ചിക്കൻ കറി, ഒരു മെഴുക്കുവരട്ടി, മീനച്ചാർ, ഇപ്പം വയറ് ശരിയായിട്ട് ഇരിക്കുക. അതേപോലെ നമ്മള് ഡീസൽ ടാങ്ക് സാധനങ്ങളൊക്കെ തുറന്നു കൊടുത്തോട്ടോ. ഡീസലിനാണേല് 86, പെട്രോളിനാണ് 96, ഡെൻസിറ്റി ആണേല് 82.5 ഡെൻസിറ്റി. ഭയ്യ ദോ സാർ ഗായ്സ്, നമ്മൾ 2000 രൂപയ്ക്കാട്ടോ ഇന്ന് എണ്ണ അടിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇന്ന് അധികം ഓടുന്നില്ല അല്ലേ ഇവനെ. ഇന്ന് അധികം ഓടാത്താറല്ലേ 2000 രൂപയ്ക്ക് എണ്ണ അടിക്കുന്നത്. ഇന്ന് ഓട്ടോ ഇല്ല. ഗായ്സ് നോക്കിയേ, എണ്ണ അടിച്ചു തുടങ്ങിയല്ലേ. ഏകദേശം 2000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നത് ഒരു 22-23 ലിറ്റർ കിട്ടും. 23 ലിറ്ററും കൊണ്ട് നമുക്ക് ഇന്ന് ഓടാനുള്ള, അത്യാവശ്യം ഓടാനുള്ള എല്ലാ പേരും നമ്മൾ സിറ്റിയിലോട്ടാ പോകുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ, അധികം ഓട്ടോ ഇല്ലല്ലോ. ഇനി പിന്നെ വേണേലും അജില് വേണേലും വണ്ടിക്ക് വേണേലും വണ്ടി ഇല്ലെങ്കിൽ അജില് ഓടിക്കോളും ഹൈവേ കൂടെ അല്ലേ. ഓടൂലേ നീ? ഞാൻ വെക്കുന്ന തള്ളിക്കോളാം, നീ ഓടിക്കോ. പ്രശ്നം കഴിഞ്ഞു. കറക്റ്റ് 23 ലിറ്റർ കയറി കേട്ടോ. ഞാൻ പ്രതീക്ഷ 22 23 കയറിയല്ലേ അജിലെ. നീ പറഞ്ഞ പോലെ തന്നെ എടാ, പഠിച്ചില്ലേലും കണക്കറിയണം. ഇവിടെ ഗൂഗിൾ പേ അയക്കാനുള്ള കഷ്ടപ്പാടാണ് ഇവിടെ കാണുന്നത്. 1 മണിക്കൂറായി കേട്ടോ. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല.
കഴിഞ്ഞ ദിവസം 1919 അയച്ചു ഒന്നുമില്ല. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരാൻ ഒറ്റ വണ്ടി എന്ന് പറഞ്ഞ സാധനമില്ല. ഇങ്ങോട്ട് നോക്കിയ ബ്ലോക്ക് എന്ന് വെച്ചാൽ അന്യായ ബ്ലോക്ക് ആയി കേട്ടോ. വണ്ടി കൂടുതൽ ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആണെന്ന് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടി പിടിച്ച് എല്ലാവരും ഇട്ടിട്ടുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബൈപ്പാസ് വഴി യുക്തിയാന ടൗണിലോട്ട് നമ്മൾ കയറും കേട്ടോ. ആയി കേട്ടോ സമയം. ഗായ്സ് ഇവിടെ കർഷകൻ സമരം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം വണ്ടി വിടുന്നു. ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കൊണ്ട് ഫുള്ള് സാധനം ബ്ലോക്ക് ആക്കിയേക്കാം. ഫുള്ള് മെയിൻ ഹൈവേകളൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 5 മണിക്കൂർ ഇവിടെ കുടുങ്ങി കിടക്കുന്നത്. നമ്മൾ പിന്നെ വണ്ടി നടുക്കൂടെ എല്ലാം പിടിച്ചിട്ട് നമ്മൾ നേരെ ഒരു ലോക്കൽ റോഡിലോട്ട് ഇറക്കി. അന്നപ്പോഴാണ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കർഷക സമരമാണ്, വണ്ടി വിടൂല. ഞാൻ ചോദിച്ചു രാത്രി പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. രാത്രിയിലും പോകാൻ ചാൻസ് കുറവാണ് ഇവർ പറയുന്നത്. ഓ ഗായ്സ് ഇത് കണ്ടോ ഫുള്ള് പോലീസുകാരെന്ന് പറഞ്ഞാൽ തലങ്ങനെ വിലങ്ങനെ എവിടെയും വിടാൻ സമ്മതിക്കില്ല. മൊത്തം പാമ്പൻ ലോറിക്കാരാവട്ടെ ഏറ്റവും കൂടുതൽ പെട്ടാലെ അതിലെ ഏറ്റവും കൂടുതൽ ഇവര് ഇതാടാ വേറെ വഴിയൊന്നുമില്ല. അതായത് എന്നെ സംഭവം വെച്ചാൽ ഇവര് നേരെ ഇവിടം വരെ ഓടി വരും. ഇവരോട് പറഞ്ഞ് തിരിച്ചു പോയിക്കോളാനാ പറയുന്നത്. തിരിച്ചു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടല്ലേ തിരിച്ചു പോവാ. അത് ബാക്കോട്ടും പോകത്തില്ല, ഫ്രണ്ടിലോട്ടും പോകത്തില്ല. വേറെ ഒരു കാര്യം ഉണ്ടായില്ലേ, ഇനി പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് രാത്രി ചിലപ്പം ക്യാപ്പ് കൊണ്ടേ പോകാൻ പറ്റും. പക്ഷെ പോലീസുകാർ സമ്മതിക്കുന്നില്ല. ഈ സിറ്റിയിലാണ് മെയിൻ ആയിട്ട് പ്രശ്നം. ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ അടുത്തിരിച്ചതിന് പ്രശ്നം ഇങ്ങനെ ഏരിയ ഉണ്ടെന്ന് പറയാം. 100 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാല് വിഷയമില്ലെന്നാണ് പറയുന്നത്. ഇനി ഏതായാലും നമുക്ക് ഇത്രയും നേരമായിട്ട് നമ്മളൊരു ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല. അതായത് നമ്മൾ എന്തെങ്കിലും സാധനം കിട്ടുമോ ഇല്ലയോ നോക്കാൻ വേണ്ടി പോയിട്ടാ. വണ്ടി ഒരു അടി അവർ അനക്കാൻ വേണ്ടി സമ്മതിക്കൂല. കിലോമീറ്റർ അനുസരിച്ച് ബ്ലോക്ക് ആയത്. ഇവിടെ ഏകദേശം ബ്ലോക്കായി. ഇത് പിന്നെ ഈ റോഡിന്റെ ഈ മേലോട്ടും ഫുള്ള് ബ്ലോക്കാണ്. കണ്ടോ കിലോമീറ്റർ അനുസരിച്ച് എങ്ങനെ പോയാലും ഒരു 8-10 കിലോമീറ്ററെങ്കിലും ഇതേപോലെ കണ്ടിന്യൂസ് ലോറി എടുക്കുമായിട്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് ഇതിന് നടുക്കൂടെ പോകാന്, പക്ഷെ ഒരു വഴിക്കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. ഫുള്ള് ബ്ലോക്ക്. ഇതിപ്പോൾ ഈ പോയേക്കുന്ന വണ്ടികളൊക്കെ ഇല്ലേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതേപോലെ തിരിച്ചു വരുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇതേപോലെ നേരത്തെ ശ്രമിച്ചു, എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് അപ്പുറം കൊണ്ടാക്കി. ഇവിടെ ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വന്ന വണ്ടി അതേപോലെ തിരിച്ചു പോകും കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഉള്ള റൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് വേറെ റൂട്ടുണ്ട്, പക്ഷെ നമ്മുടെ വണ്ടിയിലെ പോകില്ല. അതാണ് ഒരു പ്രശ്നം. കഴിയുമ്പം നമുക്ക് പോകാൻ പറ്റുമോ? അതെ, നമുക്ക് പോലീസുകാരോട് സംസാരിച്ചേ നമുക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി കാണിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും അപ്പുറം അല്ല ഇപ്പുറത്തോട്ട് പോകണം. അല്ലെ നമ്മൾ ഇവിടെ കിടന്നാൽ പെട്ടുപോകും. ഇല്ലെന്നേ ലോറി പാവങ്ങൾ അവിടെ. ഈ ലോറിക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവർക്ക് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇവർ റോഡിനെ നടുക്കാണല്ലോ ഓർമ്മ. പക്ഷെ നമുക്കാണ് ഇച്ചിരി പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളെ എല്ലാവരും ശല്യപ്പെടുത്താനും ചാൻസ് ഉണ്ട് ഈ പോലീസുകാരും എല്ലാവരും കൂടെ കൂടി. പക്ഷെ ഇവരോട് അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇല്ലടാ, അത് അപ്പുറം ഇല്ലേ, അപ്പുറം തടയുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്ന കാറുകളാ. ആ കാർ അതേപോലെ തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കാറെല്ലാം തിരിച്ച് വിടുക. ബൈക്കിന് പോകാൻ പറ്റും. പക്ഷെ ഇതിന് മുന്നിൽ ആൾക്കാർ തടയുന്നുണ്ടെന്നാ പറഞ്ഞത്. സമയം നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഭക്ഷണം വെക്കാൻ വേണ്ടി ചിക്കനും പച്ചക്കറിയും കൂടെ ആക്കിയിട്ട് നമുക്ക് ഭക്ഷണം വെക്കണം. അത് ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇനി പച്ചക്കറിക്കട കണ്ടുപിടിക്കണം. ഒരു രക്ഷയില്ലേ പാവം ലോറിക്കാർ കേട്ടോ. വന്ന വണ്ടി എല്ലാം തിരിച്ച് ഓരോ സ്ഥലത്തോട്ട് ഇട്ടാക്കും കേട്ടോ. നമ്മളോട് പറഞ്ഞ് ചിലപ്പം ഭാഗ്യമുണ്ട് രാത്രി പോവാം, അല്ലേ വേറെ കാര്യം എന്ന് വെച്ചാൽ 2 ദിവസമോ 3 ദിവസം എത്രയാ സമരം പോകാമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അല്ലേ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ആരിനോട് ചോദിച്ചിട്ട് ഇവിടുത്തെ ലോക്കൽ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കാം. കണ്ടോ വാല പോയ വണ്ടികളെല്ലാം തിരിച്ചു വരും കേട്ടോ. ഫുള്ള് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഫുള്ള് ബ്ലോക്ക്.
ഇവർക്ക് ഇവിടുന്ന് ഇവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് ഇവിടുത്തെ ലോക്കൽ വഴികൾ അറിയാം, കാരണം ഇവർക്ക് അത്ര പ്രശ്നം വരില്ല. ഈ ചെറിയ ചെറിയ റോഡിൽ കൂടെ പോയാലും ഇവർ ചെറിയ വണ്ടിയല്ല, ഈ വലിയ വണ്ടികൾക്ക് മാത്രമാണ് ഈ പ്രശ്നം പറ്റുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, വണ്ടി വിടുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെയെങ്കിലും ഒരു സ്ഥലം തന്നു, വേറെ ഒരു വണ്ടികൾക്ക് ഇതുണ്ടാവും. എല്ലാം സ്കൂൾ വണ്ടികളാണ്, പല സ്ഥലത്തൂടെയാണ് തിരിച്ച് ഈ അടുത്തൂടെ പോകുന്ന വണ്ടികളാണ്. വേറെ കാര്യമുണ്ട്, ഇവിടെ പോലീസ് വണ്ടി നിർത്തിയിട്ടുണ്ട്. വേറെ വലിയ വണ്ടി എന്ന് പറഞ്ഞ സാധനങ്ങൾ ഒന്നും വിടുന്നില്ല. നമ്മളിവിടെ പിടിച്ചിട്ടാക്കുക. നമ്മളോട് പറഞ്ഞ് ചിലപ്പം ഒരു 8 മണി 9 മണിയാകുമ്പോൾ പോവാം, ഭാഗ്യമുണ്ടെങ്കിൽ ഇല്ല 2-3 ദിവസം കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ. വലിയ വണ്ടീനാണ് ഇവർ പ്രധാനമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാക്കുന്നത്. നോക്കി അവിടുന്ന് പരമാവധി ഇത് നേരെ ഹൈവേ കയറാതിരിക്കാനാണ് ഇവിടുന്ന് മൊത്തം ഇവർ തിരിച്ചു വിടുന്നത്. ഇവിടുന്ന് തിരിച്ചു വിട്ടിട്ട് അവിടെ ഒരു ചെറിയ റൂട്ടുണ്ട്, ചെറിയ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയുള്ള. അതും ഇപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ വണ്ടി കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ മേളിൽ തട്ടും, കാരണം നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞാണ് നമ്മളിവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. വേറൊരു പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഈ പോലീസുകാർ ഈ വണ്ടി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ 2 വഴിയാണ്. അതായത് ഇപ്പം ഒരു വരിയിലായിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇല്ല നമ്മളിവിടെ കുടുങ്ങിക്കിടക്കുന്നുള്ള 100% ഉറപ്പാണ്. കണ്ടോ ഫുള്ള് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഫുള്ള് ബ്ലോക്ക് ആട്ടോ. ഇതെന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ദൈവമേ. ഇങ്ങോട്ട് കുറേ വണ്ടി വരുന്നതും കാണാം, അതേപോലെ ആ വണ്ടി മൊത്തം അങ്ങോട്ട് തിരിച്ചും പോകുന്നതാണ്. ഇത്രയും വണ്ടി തന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ ക്രോസ് ഇട്ടാക്കും. അപ്പുറമാണ് ഒരു ലോറി വെച്ചിട്ടാ ഫുള്ള് ക്രോസ് ആക്കി ഇട്ടാക്കും. നമ്മള് രാവിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ മാറാൻ വേണ്ടി പോയതാണ്. ഇപ്പൊ സമയം കൃത്യം രാത്രി 9 മണി. ഗൈസ് നോക്കൂ, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇന്നിവിടെ കർഷക സമരമാണ്. ഇന്ന് നമ്മളിവിടെ കർഷക സമരത്തിൽ എന്തായി പറ്റി പെട്ടുപോയി അല്ലേ? ഗൈസ് ഇന്ന് ഞങ്ങൾ കർഷക സമരത്തിൽ പെട്ടുപോയി. ഒരടി ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് പോയാലും ബ്ലോക്ക്, ഇങ്ങോട്ട് പോയ ബ്ലോക്ക്. അത് ലുധിയാനയും ഇങ്ങോട്ട് പോകുന്ന ജലന്ധറുമാണ്. അതായത് ലുധിയാനയ്ക്ക് വണ്ടി വിടുന്നുണ്ട്, ജലന്ധറിലേക്ക് വണ്ടി വിടുന്നില്ല. ഫുള്ള് കർഷക സമരമാണ്. ഓക്കെ, നേരത്തെ നിങ്ങൾ കണ്ട പോലെ ടൗണിലും പല സ്ഥലത്തും വണ്ടികൾ ബ്ലോക്ക് ചെയ്തൊക്കെ കണ്ട് ഞങ്ങളും ആകെ അമ്പരപ്പുറന്ന് പോയി. എന്താണ് സംഭവം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അതായത് ഇവിടെ കർഷക സമരമാണ്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. ഞങ്ങളിപ്പോ പോകാൻ പറ്റുന്ന ഏരിയയിലേക്ക് വീണ്ടും അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ഇനി ജലന്ധറിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടയർ പോയിട്ട് ഒരു ടീർ പോലും കിട്ടില്ല, ഒരു സാധനം പോലും കിട്ടൂല. ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ മേടിച്ച സാധനമാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട ചെന്ന് ഒരു സാധനം കിട്ടാനില്ല, ആകെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാനുള്ളൂ. ഇനി നമ്മൾ എന്തായാലും ജലന്ധറിലേക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ വകുപ്പുണ്ടോ നോക്കണം. അങ്ങോട്ടൊക്കെ മുട്ടിഞ്ഞ ബ്ലോക്കല്ലേ? ഇന്ന് ഞങ്ങൾ വലഞ്ഞു പോയി അല്ലേ? ഇന്നത്തെ ദിവസം ഞങ്ങൾ വലഞ്ഞു പോയിട്ടോ. വണ്ടി പോലും അപ്പുറത്തെ ഹൈവേ കൂടി ഇല്ല, ഇപ്പുറത്തെ ഹൈവേ കൂടിയാണ് വണ്ടികൾ മൊത്തം. അതായത് ഇവിടുത്തെ താഴത്തെ റോഡിൽ കൂടിയാണ് വണ്ടികൾ പോകുന്നത്. നമുക്ക് യൂ ടേൺ കിട്ടിയിട്ട് വേണം നേരെ താഴോട്ട് വന്നാൽ. എല്ലാ വണ്ടികളും റോങ് ആയിട്ടാണ് വരുന്നത്, വേറെ വഴിയില്ല. അവർക്കും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും രാത്രി വീട്ടിലെത്തണ്ടേ. നോക്കി ആ സൈഡിൽ ഇട്ട് അങ്ങനെ വണ്ടി നോക്കി പിടിച്ചിട്ടാക്കുന്ന ഫുള്ള് പിടിച്ചിട്ടാക്കോട്ടെ. ഇത് കിലോമീറ്റർ അനുസരിച്ച് ബ്ലോക്ക് ആട്ടോ. ഐസ് നോക്കി, ഇതാണ് ഇവിടുത്തെ ബ്ലോക്ക്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഫുള്ള് ബ്ലോക്ക് ആണ്. ടൗണ് ഫുള്ള് ബ്ലോക്കാണ്. മൊത്തം വണ്ടി ഇതാ നേരത്തെ അങ്ങോട്ട് പോയ വണ്ടി എല്ലാം പിടിച്ചിട്ടു. നേരത്തെ അങ്ങോട്ട് പോയ വണ്ടികളെല്ലാം പിടിച്ചിട്ടു. ഇതെന്താ സംഭവം? നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ അവനെ. പോലീസിനോട് ചോദിച്ചപ്പോ ഇത് കർഷക സമരം എന്ന് പറഞ്ഞു. ഈ ചെറിയ വണ്ടികളെല്ലാം വിടുന്നുണ്ട്, വലിയ വണ്ടികളെ മൊത്തം പിടിച്ചിട്ടാക്കുക. കിലോമീറ്റർ നോക്കിയാൽ ഫുള്ള് ബ്ലോക്ക്. സൈഡ് കാണുന്ന ബ്ലോക്ക് പോലെ തന്നെ അതേ സമയത്ത് അപ്പുറത്തെ സൈഡും അതേപോലെ ഫുള്ള് ബ്ലോക്ക് കേട്ടോ. ആ ശരി കേട്ടോ. ഇവനെ സാധാരണ ആർമിയുടെ ഒക്കെ ട്രക്ക് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടായില്ലേ, സാധാരണ അത് കയറ്റി വിടുന്ന. ഈ പക്ഷെ ആർമിയുടെ ട്രക്ക് വരെ പിടിച്ചിട്ടാക്കുക. അത് എല്ലാരും സർവീസ് റോഡ് പിടിച്ചാട്ടോ പോകുന്നത്. ആ സൈഡെല്ലാം പോലീസുകാർ ഉള്ളു തടയുന്നതാ, അതാ ഫുള്ള് തടയാ പോലീസുകാര്. റോഡ് ബ്ലോക്ക് ആക്കി വെച്ചേക്കാം. ഒരു സർവീസ് റോഡിൽ നിന്നും ഒന്നിന്റെ അകത്തുനിന്ന് ഒരു വണ്ടി വിടുന്നില്ല. ഈ സർവീസ് റോഡ് എവിടം വരെ ഉണ്ടോ അവിടം വരെ നമുക്ക് യാത്ര ചെയ്യായിരിക്കും. വേറെ ഒന്നും നമുക്ക് മുന്നോട്ട് എന്താണെന്ന് അറിയത്തില്ലല്ലോ. നോക്കൂ, നമ്മുടെ വണ്ടിയിൽ ഒരു തുള്ളി എണ്ണയില്ല കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് എണ്ണ അടിക്കാം, കാരണം ഇനി എണ്ണ വരെ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. അത്രയ്ക്കും വിഷയം കേട്ടോ. നോക്കിയേ, ആ കാണുന്ന ഹൈവേ ഉണ്ടോ, ഹൈവേയുടെ ഒരു വശത്തൂടെ മാത്രമേ വണ്ടി പോകുന്നുള്ളൂ, വേറെ വശത്തൂടെ ഒന്നും വണ്ടി പോകുന്നില്ല. ഈ കാണുന്ന സർവീസ് റോഡ് ഉണ്ടോ, ഇതിലെ മാത്രമേ വണ്ടി പോകുന്നുള്ളൂ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ കാണുന്ന ഒരൊറ്റ ലൈനിൽ കൂടെ, ബാക്കി എല്ലായിടത്തും ഇങ്ങനെ പാർട്ടായിട്ട് ഇങ്ങനെ തടഞ്ഞു വെച്ചാൽ കേട്ടോ. നമ്മുടെ ചെറുക്കൻ അങ്ങനെ എണ്ണ അടിച്ചാൽ കേട്ടോ. കാരണം ഇവിടെ എന്താ ഏത് നിമിഷം എന്തൊക്കെയാ നടക്കണേ, എന്തൊക്കെയാ ചെയ്യണേന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? നമുക്കറിയത്തില്ലായിരുന്നല്ലോ. നമ്മൾ ടയർ മേടിക്കാൻ വേണ്ടി ടൗണിൽ പോയതാണ്. അങ്ങോട്ട് ചെന്നത് മാത്രമേ ഞാൻ ഓർമ്മയുള്ളൂ. പിന്നെ ആളും ബഹളവും ഇതൊക്കെയായി. എന്നാൽ ഞങ്ങൾ വിചാരിച്ചത് ജലന്ധറിൽ പോയിട്ട് ചെയ്യാന്ന്. അന്ന് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. എത്ര മണിക്കൂറായെന്ന് പറയാം. അതായത് രാവിലെ തുടങ്ങിയ നമ്മുടെ പരിപാടി
ഇപ്പൊ രാത്രി 9 മണി കഴിഞ്ഞിട്ട് പോലും നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനം പോലും എത്താൻ പറ്റില്ല. അതന്നെ ഒരു 60 കിലോമീറ്റർ പോലും ഇല്ല ഇവിടെ നമുക്ക് പുറത്ത് കിടക്കണം അല്ലേ? എന്നാലേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റൂ അല്ലേ? किसान के लिए इधर से जाइएगा ओनली सर्विस रोड में जाएगा है सर्विस रोड में ओनली किसान के लिए क्या प्रॉब्लम है? वो उसका जो है सब अन्न पानी अन्न दिए हैं ना तो अभी पेमेंट नहीं किया है सर पानी के लिए सदन है ओ क्या बोलेगा किसान के स्ट्राइक है किसान है आज ओनली अल्ले कल पता नहीं 2 दिन हो गया यार ഓ 2 ദിവസമായെന്ന് നമുക്കിത് അറിയത്തില്ലായിരുന്നല്ലോ. 2 ദിവസമായി പോലും സ്ട്രൈക്ക് തുടങ്ങിയിട്ട്. ആ ഇവിടെ വെള്ളം ചൂടായതുകൊണ്ട് വെള്ളമില്ല, വെള്ളത്തിന് വേണ്ടി സമരം ചെയ്യുന്നത്. ओ पानी के लिए स्ट्राइक है पानी खेती में खेती हाँ सैलरी वैलरी नहीं दे रहा है अच्छा जो अपना चावल हुआ हाँ कनक हुआ हाँ हाँ धान हुआ सब बेचे हैं ना हाँ एक गन्ना हुआ हाँ ओ मैं पानी नहीं है ओ गाइस खेती ले अंदर प्रश्न ना डर ओ भैया ओ सेम है ओ खेती का प्रॉब्लम है किसान का प्रॉब्लम है किसान का क्या है जो गन्ना होता है ना हाँ शुगर मिल हाँ उनकी हड़ताल हुई है धरना लगा ओ गन्ना ओ शुगर केन का हाँ हाँ शुगर मिल की हाँ उनके धरना लगाया हुआ है ഓ ഗൈസ് കരിമുണ്ടാക്കുന്ന എന്തോ ആൾക്കാർ എന്തോ പ്രശ്നം എന്റെ ദൈവമേ ഓൺലി സർവീസ് റോഡ് യൂസിങ് മെയിൻ ഹൈവേ നോട്ട് യൂസിങ് नो नो जोड़ ഓ ഗൈസ് സർവീസ് റോഡിൽ കൂടെ പോകാൻ പറ്റുള്ളൂ അല്ലേ കയറി കഴിഞ്ഞാൽ കൊടുക്കും അല്ലേ സീതാ സർവീസ് റോഡ് ये ജലന്ധർ മേ ജായേഗാ राइट साइड हाँ അച്ഛാ രാവിലെ ഹൈവേ കൂടെ കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് പ്രശ്നം ഉണ്ടായത് ആണോ അല്ലേ 2 ദിവസമായെന്ന് പറഞ്ഞു 2 ദിവസം ആയതാ. നമ്മൾ വരുന്നോടം വരെ അവിടെ പ്രശ്നമില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2 സ്ഥലത്താണ് പോലീസ് പിടിച്ചിട്ടായിരുന്നു വണ്ടികൾ വെക്കാൻ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ചേട്ടൻ നമ്മളോട് പറഞ്ഞത് ഈ കാണുന്ന സർവീസ് റോഡിൽ കൂടെ മാത്രമേ പോയുള്ളൂ. ഇതുണ്ടോ ഹൈവേ കാലിയെ കിടക്കും കേട്ടോ, അല്ലാതെ വേറെ ഇതിലേം പോയാക്കരുത്, അല്ല പ്രശ്നമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങ് വെച്ച് പിടിച്ചാക്കാം കേട്ടോ. അപ്പുറത്തൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ബ്ലോക്ക് ആവും. അതെ അതെ, അവിടെ കിടന്നാലും വീണ്ടും 2-3 മണിക്കൂർ അവിടെ കിടക്കേണ്ടി വരും. ഹൈവേയില് ക്രോസ് ആയിട്ടോ പോണേ, അതായത് NH കൂടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോലീസുകാർ പറഞ്ഞു ഇതേപോലെ പൊക്കോളാൻ, അല്ലാത്ത പക്ഷം നമുക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ കാണുന്നത് പഞ്ചാബിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വണ്ടി കേട്ടോ, ഫ്രണ്ടിൽ പോകുന്ന ബസ്. അതിന്റെ പുറകെയാണ് നമ്മളും പോകുന്നത്. എല്ലാ വണ്ടികളും ഇങ്ങനെയാണ് പോകുന്നത്. അപ്പുറത്തെ ലൈൻ പൂർണ്ണമായിട്ട് പിടിച്ചിട്ടാ പോയിട്ടോ, കാരണം ഒരടി നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന കാറും ഉണ്ട് കേട്ടോ. ഒരു 4 വരി പാത കൂടെ നമ്മൾ പോണെന്ന് ആലോചിക്കണം അല്ലേ ലിബിയ? ആ വണ്ടി ഉള്ളതാണ് നമുക്ക് എത്ര പ്രശ്നം വരില്ല. ഓ കാശ് ഇത് നോക്കി, ഇവിടെ റോഡ് ബന്ധാക്കിയിട്ടോട്ടോ. ഇതുണ്ടോ ഇവിടെ പോലീസുകാർ ഒറ്റ വണ്ടി ഒരു കാര്യം വിടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ മാത്രം വണ്ടി വിടുന്നുള്ളൂ, ഈ ഒരു ലൈൻ മാത്രം. പിന്നെ താഴത്തെ സർവീസ് സെന്ററും. അപ്പുറത്തെ ലൈൻ ശൂന്യം. അതായത് ഓരോ 3 കിലോമീറ്റർ അനുസരിച്ച് അവിടെ പോലീസുകാർ ബ്ലോക്ക് ചെയ്ത് വിടുക. ഇവിടെ പോലീസിന്റെ ബാരിക്കേഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. എന്താണ് പിടുത്തവും കിട്ടുന്നില്ല, എല്ലായിടത്തും ബാരിക്കേഡ്. അതിപ്പോ നമ്മള് ഇതിപ്പോ നമ്മളെന്ന് വെച്ചാൽ അടുത്ത ട്രാക്കിലോട്ട് പരമാവധി മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുന്നിൽ ഇപ്പൊ കുറെ അടുക്ക ലോറി ഉണ്ട് അതിന്റെ ഫ്രണ്ടില്. ഇതുണ്ടോ ഇവിടെയാണ് ഇവര് സമരം ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ മൊത്തം കെട്ടിത്തിരിച്ച് ഇവന് ആൾക്കാർ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് സംഭവം. ആ അതിനകത്ത് ആൾക്കാർ കിടക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ പോലീസുകാരുണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ. ഇതാ റോഡ് മൊത്തം ഒരു ഇതാക്കി കേട്ടോ, പന്തലാക്കി എടുത്തു. അതായത് NH ഹൈവേ ഫുള്ള് അവർ പന്തലാക്കി വെച്ചു. പിന്നെ ഇഷ്ടം പോലെ ട്രാക്ടറുകളും ഉണ്ട് ഇതിന്റെ അകത്ത്. ഇവര് ഫുള്ള് വണ്ടി കേട്ടോ. ആ ഇതാണ് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത. റോഡിന് നടുക്കൊണ്ട് വണ്ടി നിർത്തി, അതേപോലെ ട്രാക്ടറും നിർത്തിയാണ്. കുറേ വണ്ടികളുണ്ട് ഇവിടെ. കിലോമീറ്റർ അനുസരിച്ച് ഇതേപോലെ 2 സ്ഥലത്ത് ഇതേപോലെ സംഭവം ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞേ. ഇതുണ്ടോ പോലീസുകാരുണ്ടോ എങ്ങോട്ടാ? ആ നേരെ വിട്ടോളാന്ന് കേട്ടോ പറയുന്നത്. ഇതാ നേരെ വിട്ടോളാന്നാ പറയുന്നത്. വലിയ വണ്ടികളോട്, ചെറിയ വണ്ടികളോട് എങ്ങോട്ടാ പറയുന്നത്? ആ അപ്പുറത്തോട്ട് നേരെ തന്നെ വിട്ടോളാന്നാ പറയുന്നത്. എത്ര സെക്കൻഡിലുള്ള ഒരു നാട് ഉൾട്ടിയടിച്ച സത്യം. നമ്മളുണ്ടല്ലോ പഞ്ചാബിൽ കയറി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോ നല്ല അനുഭവം ഉണ്ടോ. ഈ പ്രാവശ്യം വന്ന പോലെ എന്താണെന്നറിയില്ല. ഗൈസ് എല്ലാരും പോലീസുകാരോട് ഡൗട്ട് വെച്ചിട്ടാട്ടോ പോകുന്നത്. എല്ലാരും പറയുന്നുണ്ട്, പോലീസുകാർ പറയുന്നുണ്ട് സ്റ്റേറ്റ് വെക്കോളാണ് കേട്ടോ പറയുന്നത്. അല്ലേ ഇവനെ ഇത് നമ്മളിവിടെ നിർത്തുമ്പോ അനുസരിച്ച് ബേക്ക് ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കുക. ഒരു ദേശീയപാതയിൽ കൂടെ പോകേണ്ട വണ്ടി മൊത്തം ഇതേപോലത്തെ സർവീസ് റോഡിൽ കൂടെ പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബേക്കൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ ബേക്ക് വേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പൂമാല പോലത്തെ തിരക്കാണ്. വേറെ ഒരു കാര്യമുണ്ട്, ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉള്ള കാരണമാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. സർവീസ് റോഡ് ഇല്ലെങ്കിൽ ഇവിടെ ദിവസങ്ങൾ അനുസരിച്ച് ബ്ലോക്ക് ആയിരിക്കും. സമരം ആ സൈഡിലാണെന്നാ തോന്നുന്നത്, ഇങ്ങോട്ട് തിരിച്ചു വിടുവാന്ന് തോന്നുന്നത്. പോലീസുകാർ നിൽക്കുന്നുണ്ടല്ലോ. ആ ഇതല്ലേ നോക്കൂ, നമ്മളിപ്പം കുറെ ഫ്രണ്ടിലേക്ക് വന്നു. അതായത്
ജലന്ധറും കഴിഞ്ഞ് നമ്മൾ ഒരു 10-20 കിലോമീറ്റർ ഫ്രണ്ട് വന്നു. കാരണം അവിടെയാണ് നമുക്ക് ഇടാനുള്ളൊരു സ്ഥലം കിട്ടിയത്. ഓക്കെ നോക്കൂ, ഇത് 2 പമ്പ് അടുപ്പിച്ചുള്ള സ്ഥലം കേട്ടോ. ഇവിടെ വെച്ച് തന്നെ ആദ്യത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ജനറേറ്റർ ആദ്യം ഓഫ് ആക്കണം, ഓൺ ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വലിച്ചെന്ന് വെച്ചാൽ ഫുൾ ടാങ്ക് ആദ്യമായിട്ടാണ് കണ്ടത്, അത് കാരണം യാത്ര തുടങ്ങിയിട്ട് ഫുൾ ടാങ്ക്. അതെ നോക്കൂ, നമുക്ക് നേരെ ഭക്ഷണം വെക്കാറുണ്ടല്ലോ. 3 പേരുടെ വയറ് എരിയുന്ന മണം എനിക്ക് അടിക്കുന്നു. നിങ്ങൾക്കോ? നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ആ ഫോണും എടുത്തോ അജിലെ, എല്ലാവരും ഫോൺ എടുത്തോ, ആൻഡ്രോയിഡ് എല്ലാം എടുത്തോ. ഗായ്സ് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് പൂട്ടണം കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കുത്തിയിട്ട് ഗ്യാസ് ഓൺ ആക്കണം അല്ലേ ഇവനെ. ഇനി നമുക്ക് എല്ലാം ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയാൽ മതി അല്ലേ. വേറൊരു കാര്യമുണ്ട്, കണ്ടവാണ് നമ്മൾ ലേറ്റ് പോയിപ്പോയി. അപ്പൊ നമ്മള് കണ്ടവാണ് ലേറ്റ് പോയിപ്പോയില്ലേ, പരമാവധി നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കാതെ അകത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാല്ലേ ഇവനെ. സത്യം പറഞ്ഞു നീ സത്യം പറയണ്ട, കളത്തരം പറഞ്ഞോ. പഞ്ചാബ് നമ്മൾ വന്ന് കേറിയ പിന്നീടല്ലോ ഫുള്ള് കണ്ടവശനിയാ. സത്യം കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ച പഞ്ചാബ് അല്ല ഇത്. എല്ലാ പാത്രവും എല്ലാ സാധനവും നമ്മള് ബാത്റൂമിൽ നിന്ന് കേട്ടോ കഴുകാൻ വേണ്ടി. ഇന്ത്യൻ റവിക്ക് നമുക്ക് മാത്രം ഇങ്ങനത്തെ കക്കൂസ് ഉള്ളൂ, ഞങ്ങൾ വിട്ടുകൊടുക്കും. അതില് ചിക്കന് കുഴപ്പമുണ്ടല്ലോ. ചിക്കന് പോലെ എന്നാലും പിന്നെ കിട്ടിയ അതിന്റെ സാധനങ്ങളൊക്കെ പണ്ടിയും കൂടൊക്കെ കിട്ടിയ അല്ല പാർട്സ്. അത് തന്നെ എത്ര കെഞ്ചിട്ടാ കിട്ടിയെന്നറിയാവോ. ഞാനും അജിലും കൂടെ അയാളുടെ കാല് വെള്ളം കുറവാണല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള വെള്ളം എടുക്കും, ബാക്കി നമുക്ക് അപ്പുറത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ ഒരു ധാബയുണ്ട്, ധാബയിൽ പോയിട്ട് നമുക്ക് കൈ കഴുകുന്ന പോലെ കാണിച്ച് വെള്ളം മൊത്തം എടുത്തിട്ട് വരാം. അതൊക്കെ ഇവിടെ നടക്കുള്ളൂ ഇവന്. സത്യസന്ധമായ കാര്യം പറഞ്ഞതാ. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കുന്ന റോഡ് നമുക്ക് ഓടി തീർക്കാൻ പറ്റുന്നില്ല. കാരണം റോഡിൽ ഇതേപോലത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നേരത്തെ എന്താണ് ഇവനെ സംഭവിക്കുക, നമുക്ക് ഇങ്ങോട്ട് ഓടി എത്താൻ പറ്റുന്നില്ല. അല്ലെ നമ്മൾ കാലും കൊണ്ട് ഓടേണ്ടി വരും, അങ്ങനെയാണ് നാളെ എത്തുള്ളൂ. അടുത്ത പരിപാടി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് പൊക്കണം. എന്നാ ചോദിച്ചാലേ ഞാൻ ഫ്രണ്ടിൽ ഇത് കൂട്ടാൻ വേണ്ടി പോയതാ. എന്നിട്ട് അവൻ പൂട്ടി തിരിച്ചു വന്നു. അവൻ നിഷ്കളങ്കമായ ഒരു കൊച്ചാണ്, അവനെ കുറിച്ച് നിങ്ങൾ വേണ്ടാത്തൊന്നും പറയല്ലേ. വേറെ ഒരു കാര്യമുണ്ട്, ഇവിടെ കുക്കറിന് വിസിലില്ല. ഒരു 5 മണിക്കൂർ എടുക്കില്ലടാ. പിന്നെ നമ്മുടെ വണ്ടി നിറച്ചും പച്ചക്കറി 6 കയറുവാ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഈ കുക്കറിൽ എത്ര ചോറ് വെച്ചാൽ നമുക്ക് തൃപ്തി വരൂല. അല്ല തൃപ്തിയുടെ മസാല മേടിക്കേണ്ടി വരും അല്ലേ. സത്യം പറഞ്ഞ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൊഴുപ്പ് പോലെ ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ അല്ലാതെ വെക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു വിഷയം ഉണ്ടാവില്ല, നമുക്ക് മര്യാദക്ക് തിന്നാം. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എത്ര കറി ഉണ്ടാക്കുന്നുണ്ട് ഇവനെ, എന്ത് കറി ഉണ്ടാക്കുന്നുണ്ട്? ചിക്കൻ കറി മാത്രം ഉണ്ടാക്കിയാ പോരെ. നമ്മൾ ചിക്കൻ കഴിക്കല്ലോ കേട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കന്റെ പ്രോട്ടീൻ മാത്രം മതി, ചിക്കന്റെ പ്രോട്ടീൻ മാത്രം മതി. ചാറ് വീട്ടിൽ നിന്നുള്ളത് മീനച്ചാറ് നിനക്കുള്ളത്. കടിക്കാൻ കാന്താരി വേണം, ചെറിയ ഞരമ്പിന്റെ ശരിയാ. ഇത് നിങ്ങൾ കഴിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ പ്രഷർ കൂടുതലാ, അത് കുറഞ്ഞോളും കാന്താരി കഴിച്ചു കഴിഞ്ഞാല്. 2, 3, 4 സാധനം, 2 ഇഞ്ചി 2 വെളുത്തുള്ളി അതിന്റെ അകത്തിട്ട്, വെളുത്തുള്ളി അതിന്റെ അകത്തുണ്ട്. ചോറ് വെക്കാന്ന് അജില് സമ്മതിച്ചു കേട്ടാ. ഏറ്റവും ഇതിന്റെ അകത്ത് റിസ്ക് പിടിച്ചിട്ടുള്ള ഏർപ്പാടാ. ഏറ്റവും കൂടുതൽ ബഷീർ കളഞ്ഞ അജിലേ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഇല്ല ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അജില് വിഷമോ, അത് ഞാൻ ഒന്നും പറയുന്നില്ല. അതേസമയം തന്നെ നമുക്കൊരു ബയ്യനെ കിട്ടി. ബയ്യൊക്കെ നാം ക്യായേ? അമിത്. പാവം ചേട്ടൻ കേട്ടോ, എന്നോട് വെള്ളത്തിന് വളരെ കുറച്ചാ പൈസ മേടിച്ചത്. 5 രൂപ കൂടി ഒരു ബോട്ടിൽ. എവിനെ ഏകദേശം ആയോ? നമ്മൾ ഏകദേശം എവിനെ പ്ലേറ്റ് ഒന്നും നോക്കണ്ട, നമുക്ക് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം അജിൽ ഇവിടുന്ന് ചോറിന് കഴുകാൻ വേണ്ടി അരിയും പാത്രവും കഴിവല്ലേ. അജിലേ നിന്നോട് കാല് കഴുകാനല്ല പറഞ്ഞേ, പിൻ അരി കഴുകാനാ പറഞ്ഞത്. അരി എടുത്തില്ല നീ? ഞാനോർത്ത് നീ അരി കഴുകാന്ന് പറഞ്ഞാ ഞാൻ ഓടി വന്നു. അത് ശരിയാണ്, നമ്മൾ അന്ന് നന്നായിട്ട് കഴുകല്ലേടാ. അത് സത്യം കേട്ടോ, അജില് പറയുന്ന എല്ലാം സത്യമാണ്, അത് സത്യമാണെന്നുള്ളൂ അല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു എന്തോ സംഭവത്തിന് വേണ്ടിയുണ്ടോ. ഓക്കെ താങ്ക് യു, ശുക്രിയ. ഓക്കെ സത്യം. എമിനെ വേറെ കാര്യമുണ്ട്, പിണക്കാൻ പറ്റില്ല, അവരെ പിണക്കി വിടാൻ പറ്റില്ല. അത് അവയെ നമുക്ക് പിന്നെ വെള്ളം എടുക്കാൻ പറ്റൂല. വേറെ കാര്യമുണ്ട്. വിഷയം ആൾക്കാർ വരുന്നല്ലോ കേട്ടോ.
ഒറ്റയടിക്ക് 10 രൂപയും പേരും കൂടെ വണ്ടിയിലേക്ക് ഇട്ടിച്ചു കുത്തി കയറും. ഒന്നാമത്തെ പക്ഷേ ഈ പഞ്ചാബ് എന്ന് വെച്ച് കഴിഞ്ഞാലോ ഒന്നാമത് ഈ ഡ്രഗ്സും അതും പ്രത്യേകം പറയണ്ടല്ലോ, നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലോ നിന്റെ കാണിച്ചിട്ടില്ലല്ലോ നീ, നിന്റെ കാണിച്ചിട്ടില്ല. വേറെ കാര്യമുണ്ട് ആരിൽ എന്തെങ്കിലും സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി പോയിട്ട് നമ്മൾ പെട്ടു. നമ്മൾ ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ എന്നാ ആര് പോലും നമുക്ക് വേണ്ടി ഒരു വാദിക്കാൻ ഒരു വക്കീല് പോലും ഇല്ല. സത്യം, നമ്മുടെ പിൽപ്പ് വക്കീലിനെ അവിടുന്ന് വിളിച്ച് ഇവിടെ എത്തുമ്പോൾ നമ്മള് ആകെ പണി തീർന്നു, ഡൽഹിയിലെത്തും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംസാരം ഒന്നും സാധനമില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല. ജയിലില് കാലയിലും കൂടെ വിലം കിടും, അറിയാവോ? കാലയിൽ കൂടി ഇന്നലെ പറഞ്ഞിട്ടില്ല ആർമി ഉദ്യോഗസ്ഥൻ കാലയിൽ വിലം കിടും. അതുകൊണ്ട് കാണുന്ന അജിൽ ഒറ്റ കാർച്ച എന്റെ അമ്മച്ചേ. വേറെ കാര്യമുണ്ട് ഇവന്, ഒന്നാമത് അജിലിന് പോലീസിനെ അത്രയും പേടിയാ. ഒന്നേ വണ്ടിയുടെ ബേക്ക് ഇരിക്കുമല്ല, വണ്ടി മേടിക്കുന്ന പച്ചക്കറി എല്ലാം നന്നായിട്ട് കഴുകണം കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറിയാ നല്ല, അല്ലടാ? അതെ, അത് വളരെ പറഞ്ഞ കാര്യം അതാ. ഇവിടുത്തെ പച്ചക്കറി എല്ലാം പഴയതായിരിക്കും, നമ്മുടെ അവിടെ ഏറ്റവും പുതിയതായിരിക്കും. അജിലിനും അതേ സമയത്ത് അരി ഇടാൻ വേണ്ടി ഡൗട്ട് ആവട്ടെ. ഇവൻ വീട്ടിൽ നല്ല പണിയെടുത്താണ്, പക്ഷെ പണിയെടുത്താൽ നിങ്ങൾ അറിയിക്കൂലായിരിക്കും. നമ്മളെ ഇതിന് 1.25 കപ്പ് ഇട്ടോടാ, നമുക്ക് കറക്റ്റ് തികയുന്നുള്ളൂ. ഇന്ന് എല്ലാവർക്കും വിശപ്പായതുകൊണ്ടേ. അതോ ഇച്ചിരി നമുക്ക് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് താപേ പോകേണ്ടി വരും. 1.25. ഇതിനൊരു ഇത്രയും കൂടി ഇട്ടോ, ഒരു ഇത്രയും കൂടെ ഇപ്പം കറക്റ്റായിരിക്കും. ഇവന് 1.25 ഇട്ടോ കേട്ടോ. എല്ലാവരും ഇന്നും ബെഡിയാക്കണം കേട്ടോ. 1 നമ്പർ കാ കാനാ ബനാവോ, 1 നമ്പർ കാ കാവോ. അതേസമയം എബിന് ഉള്ളി അരിയാൻ വേണ്ടി തുടങ്ങി. കച്ച പെട്ടെന്ന് അരിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ പരിപാടി നമുക്ക് 15 മിനിറ്റും കൊണ്ട് തീർക്കണം. അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ വണ്ടി മൊത്തം വൃത്തിയാക്കണം. അത് ഇവൻ പറഞ്ഞ വലിയ ദൗത്യമാണ് നമുക്ക്, അല്ലേ? നമ്മള് കഴിഞ്ഞ ദിവസമേ മരുഭൂമി കൂടെ പോയപ്പോഴേ ഉള്ളു ചവിട്ടി മണലാ കയറിയേക്കണം. ഇതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കണം. അരിക്ക് നല്ലൊരു സമയം എടുക്കും. അതെ, വേറെ കാര്യമുണ്ട്. ഒരു പണി അവനോട് ഈ മറ്റേ അടപ്പില്ലേ മൂടി കൂടി ഒരു വിസിൽ ഒരു അരമണിക്കൂർ അത് സത്യം കേട്ടോ. കിട്ടും. അതല്ല, ഇവിടെയുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കണ്ടിട്ടുണ്ട് ഇഷ്ടം. അത് കാരണം ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആ പുള്ളിക്കാരൻ ഞാനവിടെ കൂടെ സൂപ്പർ കുസ്തിയായിട്ട് വന്നേ ഉള്ളൂ. 20-25 ചോദിച്ചു. നമ്മൾ 3 വെള്ളം മേടിച്ചില്ലേ, നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നതിന് 20 വെള്ളത്തില്ല. നമ്മളെ പൈസയുടെ അല്ല പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ എന്നോട് ഞാൻ കണക്ക് കൂടി കഴിഞ്ഞാൽ അത് കൂടുതല് എങ്ങനെ കൂട്ടിയിട്ട് പോയി ശരിയാകുന്നില്ല. 20 വെച്ചല്ലേ, അയാളുടെ പൈസയുടെ അല്ല. ഞാൻ എന്ത് ചെയ്തിട്ട് കണക്ക് കൂട്ടിയിട്ട് ശരിയാകുന്നില്ല. കാശ് പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങനെ തർക്കമായി പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു ഇതിന് ഇത്ര പൈസ കൂടുതലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പറ്റൂല, ഇതെല്ലാം തിരിച്ചെടുത്തോളാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു കറക്റ്റ് പൈസ മേടിച്ചു. അന്ന് ഞങ്ങൾ രണ്ടും അടിപൊളി. ഇവിടെ വന്നപ്പോ ഞങ്ങൾ നന്ദനായി. അത് ഓരോ സ്ഥലത്ത് വേറെ കാര്യമുണ്ട്, ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. സമയം കൊണ്ട് ടൊമാറ്റോയും കൂടെ അരിഞ്ഞെടുക്കും കേട്ടോ. തക്കാളി എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 4 വെട്ട് 4 കുറി. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ അലുത്ത് വന്ന സാധനം. അതേ സമയത്ത് ഉള്ളി അലുത്ത് പോവില്ല. അത് വേറെ കാര്യം. ആരും ഇവിടെ കരയുന്നില്ല അല്ലേ? സത്യമായിട്ടും പറഞ്ഞാണ്, ആരും കരയുന്നില്ല. വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിരുമ്പോ ഈ യൂട്യൂബിലെ പാട്ട് ഫേസ്ബുക്കിൽ ഇപ്പൊ ഇടാൻ പറ്റുന്നില്ല. ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് പിന്നെ ഒരു സൗണ്ട് മേടിക്കണം. എപ്പിഡെപ്പിക് സൗണ്ട് അങ്ങനത്തെ എന്തെങ്കിലും സാധനം നമുക്ക് മേടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആകെ പെട്ടു. കാരണം ഇപ്പൊ 2-3 പാട്ടിന് കിട്ടി അല്ലടാ. അത് നമ്മൾ ഇടുന്ന വീഡിയോക്ക് ഇപ്പൊ വരുമാനം ഇല്ല ഫേസ്ബുക്കില്. വരുമാനം മൊത്തം ഇപ്പൊ ആ പാട്ടിന്റെ ആളുണ്ടോ? യൂട്യൂബ് ലൈബ്രറി ഉണ്ടോ? അല്ല, വെള്ളം എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്കവിടെ മോട്ടർ അടിപ്പിക്കാം. ഞങ്ങളിപ്പോ സുഹൃത്താ. നമുക്ക് പുറത്തുനിന്ന് ഞാൻ ഇന്നലെ പുറത്തുനിന്ന് കഴിച്ചില്ലേ, ഇത് ഭയങ്കര ഉളുമ്പാട്ടോ. ഭയങ്കര ഫുഡിന് ഉളുമ്പെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ല. ഇന്നലെ കുറെ പ്രാവശ്യം ഞാൻ ശബ്ദിച്ചോട്ടെ. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഭക്ഷണം എവിടെ എന്താണ് നമ്മൾ കഴിച്ചാൽ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ഭക്ഷണത്തിലാണ് പ്രശ്നം പറ്റിയത്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുളിക്കാൻ പോയതാണോ അല്ല കഴുകാൻ പോയതാണോ? ഇവനെ വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്തോ ഒരു സംഭവം ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മളെ വയറ്റിൽ പിടിക്കാതെ. ഇത് എല്ലാരും ഇന്നലെ ബാത്റൂമിൽ നേരിട്ടിട്ടില്ല. പക്ഷെ എനിക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. എന്നാന്നൊരു പിടുത്തവും ഇല്ല. സമയത്ത് നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞോട്ടെ. ഇനി നേരെ ചട്ടി വെക്കുക. ഇവനെ നിന്റെ ചട്ടിയല്ല പറഞ്ഞത്, ചീനിച്ചട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ചീനിച്ചട്ടി ഇവനെ ചൈനീസ് കട എടുത്താലേ പെട്ടെന്നാവും. ഇച്ചിരി കാര്യം പറയാം നമുക്ക്. ആ ചൈനീസ് കട എടുക്കുവാണെങ്കിൽ 2 അടി 2 ആട്ട് പെട്ടെന്നാവും. ഇച്ചിരി കൂടെ വലുത് വാങ്ങണായിരുന്നല്ലേ? നമുക്ക് അത്രയും പോരെ ഇവനെ ഈസി ആയിട്ട് പോകൂല. അന്നേ വേറെ കാര്യമുണ്ട്. അവിടുന്ന് മറ്റേ ഇത് കടായി എടുത്തോ. ഓ ഗൈസ്, ഒരു വെടിക്കുള്ള എല്ലാ സാധനവും ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടല്ലേ അല്ലേ? എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഡ്രോൺ എന്ന് നിങ്ങൾ പൂജിച്ച് വെച്ചേക്കാണോ എന്ന് ചോദിക്കുന്നത്. ഓ ഗൈസ്, ഞങ്ങൾ ഡ്രോൺ ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബോർഡർ സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇവിടെ പറത്താനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധിക്കില്ല. ഡ്രോൺ സാധാരണ പൊങ്ങൂല. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. 3 ഡ്രോൺ ഉണ്ട് കയ്യിൽ, പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയൊരു മാർഗ്ഗമില്ല. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ പറയാ സത്യമായ ഒരു കാര്യം കേട്ടോ. വേറൊരു കാര്യമുണ്ട്. ഇവരെ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ?
എന്റെ കാല് ഇവിടെയാ. ഒരു പ്രശ്നം പറ്റി കേട്ടോ, എണ്ണ കനച്ചോ ഇല്ലോ എന്ന് മണത്ത് നോക്കാം. ഇല്ലല്ലോ, എബി നല്ല മണത്തിന് എന്നാ പറയാ പാളിപ്പോയി. നമ്മൾ പെട്ടെന്ന് ഭക്ഷണം ആക്കുന്ന പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡി ആക്കി വെക്കും. അടുത്ത ആളും വന്നു കേട്ടോ. മുട്ടുവിൻ കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ വണ്ടി എടുത്ത് മാറ്റണമെന്നാണ് ഇവർ പറഞ്ഞത്. പെട്ടെന്നാണ് സൗണ്ട് മാറുന്നത്. എന്നാ പറഞ്ഞ കുഴപ്പമില്ല കേട്ടോ. അഭി मैं 5 मिनट में खाना मैं जाएगा. ओके थैंक यू सर. आप जाओगे ना कोई बात, थोड़ा सा पीछे करना 24 रुपए हम ओके ढाबा रहता कोई बात नहीं. ഓക്കെ ഓക്കെ താങ്ക് യു സാർ. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു. हमारी वीडियो आएगी. അച്ഛേ വേറൊരു കാര്യമുണ്ട്. ഇവരടിക്കാൻ വന്നാലും സാറിന് വിളിക്കുക, കാലേ വീഴുക, പ്രശ്നം കഴിയും. ഞാൻ ഇത് 3 അടിയെന്ന് ഞാൻ രക്ഷപ്പെട്ടെ. 3 അടിയെന്ന് നേരെ പോയിട്ട് അവരെ കാലേ വീടും. താങ്ക് യു സാർ. ഇന്ന് ഞാൻ പെട്രോൾ പമ്പിൽ നിന്ന് ഉണ്ടായിരുന്നില്ലേ, അവര് മറ്റേ ഭയങ്കരമായിട്ട് അവര് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പോയിട്ട് കാലേ വീണുണ്ട്. അവര് താങ്ക് യു സാർ. അവിടെ വിഷയം കഴിഞ്ഞു. അവർ പിന്നെ ചിരിച്ചു. അവര് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഉപ്പിട്ടു കേട്ടോ. ഉപ്പിട്ട കാര്യം നമ്മളോട് പറഞ്ഞില്ല. അതായത് പറയുന്നത് മെയിൻ ഷെഫുമാര് നമുക്ക് ഉപ്പിടുന്ന അങ്ങനത്തെ മസാല ഇടുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു പറയൂല. മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പൊ സമയം എത്ര മണിയാണ്? 12 1 മണി കണ്ടായി. ഇതെല്ലാം ഭക്ഷണം എല്ലാം വെച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം? വണ്ടി ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അത് മാത്രമല്ല വേറെ ഏറ്റവും കൂടുതൽ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ വണ്ടിയുടെ വെള്ളവും നോക്കണം, ഓയിലും നോക്കണം. അതാണ് ഏറ്റവും മസ്റ്റ് സംഭവം. ജലന്ധറിലെങ്കിലും നമുക്ക് ടയർ മാറിയിട്ട് വേണം പോവാൻ വേണ്ടി. അല്ലാത്ത പക്ഷം നമ്മൾ സ്വന്തം പോയി ചാടി കൊടുക്കുന്നതിന് തുല്യമാണ്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് ടയർ മാറാൻ വേണ്ടി എന്നെ മാറാൻ വേണ്ടി അവർ നോക്കി. അത് കാരണം തിരിച്ചു വന്നു. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജലാലാബാദ് ജലാലാബാദ് സർക്കന്താബാദ്. അതായത് ഫ്രണ്ടിലൊക്കെ മുട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. നോക്കുന്നത് നല്ലതാ. ഓ ഗായ്സ് എന്നാ സംഭവം എന്നറിയാവോ? ഓ ഗായ്സ് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടി തുറക്കാൻ പറ്റുമോ എല്ലാരും ഓരോ ഡോറിൽ കൂടെ നോക്കുന്നുണ്ട്. ഇവിടെയുണ്ടല്ലോ നമ്മളോട് ഒന്നും ചോദിക്കൊന്നുമില്ല, പെർമിഷൻ അങ്ങനെ ഒന്നും ചോദിക്കില്ല കേട്ടോ. ഡയറക്റ്റ് വന്ന് തുറക്കോ വണ്ടിക്കുള്ളിലേക്ക്. അല്ല കഴിഞ്ഞ ദിവസം ഞാൻ നോക്കാൻ നേരത്തെ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ നോക്കാൻ നേരത്തെ ആൾക്കാർ വണ്ടിയിലോട്ട് ഓടി കയറിയിട്ട് ഞാൻ ചോദിച്ചു എന്നാ ചേട്ടാ സംഭവം എന്ന് വെച്ചിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയി. പാവം എന്റെ തന്ത അവിടെ തുമ്മി ചാവുക. സത്യം പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല കിടലിന് അച്ചാറുണ്ട്. ഈ സാധനം എടുക്കാൻ നാക്കിന്റെ അകത്തുനിന്ന് വെള്ളം വേറെ കാര്യമുണ്ട് ഗൈസ്. ഇതേപോലെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ 1 രൂപ അച്ചാറ് തീർത്തേ. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ നല്ല ഇത് ഒരെണ്ണം കടിച്ചിട്ടുണ്ട് കിളി പറിപ്പോ അല്ലേ? വേറെ ഒന്നിനും പോയിട്ട് കാര്യമില്ല. നെല്ലിക്ക ഉപ്പിലിട്ടത് അല്ലേ? അങ്ങനെ അത്യാവശ്യം വെടിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു സോഡ വാങ്ങുവാണ് നമുക്ക് ഇപ്പൊ കിളി പറ്റിക്കാം. തൊട്ട് നമ്മളോട് എത്ര ദിവസമുണ്ട്? 10 തൊട്ട് ഏകദേശം ഒരു 10 ദിവസം കൂടെ ഉള്ളു. കഴിഞ്ഞ ദിവസം പോകേണ്ടതായിരുന്നു. അതെ, പിന്നെ ഞാൻ പ്രലോഭിപ്പിച്ചു കളഞ്ഞു. പല സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്ക് ലീവില്ല, അതാണ് മെയിൻ പ്രശ്നം. അതായത് തൊട്ടിക്ക് ലീവ് കുറവാണ്. കാരണം ഉള്ള ലീവൊക്കെ ഇവരെ എടുത്ത് പല ആവശ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചത് കൊണ്ട്. അല്ല ഞാനിങ്ങനെ പറന്ന് നടക്കുന്ന ആളായതുകൊണ്ട്. പിന്നെ നീ പറഞ്ഞു നടക്കാൻ നീ എന്നാ എന്തെടുത്താലും ഇത് പൊക്കണം കേട്ടോ. എല്ലാവർക്കും എന്റെ ആശ്രയമാണ്. ഞാൻ പിടിച്ചു കൊടുക്കണം. ഞാനാണ് ഇവരുടെ ആശ്രയം ഗൈസ്. ഞാൻ ഇല്ല ഇവര് എവിടെയാ അജിലേ എന്നാ അച്ചാറാ? അത് നമ്മുടെ മറ്റേ അച്ചാറ്, മീനച്ചാറ് കിട്ടിയോ? ഓ ഗൈസ് നമ്മള് മസാലപ്പൊടി ഇടാൻ വേണ്ടി പോട്ടോ. നമ്മുടെ സ്വന്തം മസാല കേട്ടോ നമ്മൾ ഇട്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ പുറത്തൊന്നും ഈ സാധനം പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇപ്പം കണ്ടില്ല അവര് വണ്ടി മാറ്റാൻ പറയുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ. അതിന് പ്രതി നമ്മൾ ഭക്ഷണം വെച്ച് നമ്മൾ വണ്ടി ഇവിടുന്ന് കാലിയാക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു വെള്ളമൊക്കെ അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വിഷയം കേട്ടോ. ഏതൊക്കെ രീതിയിലാണ് വിഷയം ഉണ്ടായത് നമുക്ക് പറയാൻ പറ്റില്ല. അതെങ്ങനെ സംഭവം അറിയാമോ? ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവിടെ പാല എല്ലാ വണ്ടിയും നിർത്തും. നല്ല അടിപൊളി കറി എന്ന് വെച്ചാൽ അടിപൊളി കറി കേട്ടോ. ഞാൻ നേരത്തെ അടി പൊളിഞ്ഞ കറിയില്ല ഞാൻ ഉദ്ദേശിച്ചു. ഇപ്പൊ അടി പിടിക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഈ മസാല എന്ന് വെച്ചാൽ നല്ല മസാല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ കാപ്പിപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ എടുത്തോണ്ടല്ലേ ഗൈസ്. അതേപോലെ നമ്മൾ മല്ലിപ്പൊടി ഇടും കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പൊടികളല്ലേ ഇവനെ, നമ്മുടെ നാടൻ പൊടികളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കറിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അജിലെല്ലാം കണ്ടുപിടിക്കും കേട്ടോ. ഇത് അല്ലേ ഇവനെ, അല്ലേ അജിലെ നീ കണ്ടുപിടിക്കുമല്ലേ? ഗൈസ് നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇനി നേരെ ഗ്രേവി അല്ലേ. ഇനി 2 ചിക്കനും 2 ഉപ്പും കൂടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റ് ആയി കഴിഞ്ഞാൽ 2 മറ്റേ സാധനം കൂടി ഇട്ട് കഴിഞ്ഞാൽ കാരണം റെഡി അല്ലേ. ഏതാ ഇവനെ വിസിലില്ല വേറെ. ആ ശരിയാ, അങ്ങനെ ആയാലും പെട്ടെന്ന് ആയാലോ. ആ വേറെ കാര്യമുണ്ട് ഇവനെ, ഞാൻ പോയിട്ടൊന്നും ട്രൈ ചെയ്തു നോക്കാം. സാധാരണ 10 മിനിറ്റ് കൊണ്ടാകുന്ന ചോറ. ഈ കാണുന്ന കുക്കറിന്റെ വിസിലാട്ടോ പോയെ. ഇതിന് അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ടാവും. 10 വേണ്ട, 5 മിനിറ്റിനുള്ളിൽ 4 വിസില് മേടിക്കാൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐസിന് വേറെ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ വിസിലെങ്ങാനും ഉണ്ട്. ഒരു ദിവസം നമുക്ക് കടം മേടിക്കാം അല്ലേ അജിലെ? ഗൈസ് നോക്കൂ, നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമ്മൾ ചിക്കൻ ഇടും കേട്ടോ. ഇതിന്റെ അകത്ത് ചിക്കൻ കുറവാണ്, കാരണം നമ്മളൊരു കടയിൽ ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇത്ര സാധനം ഇതിൽ കിട്ടിയത്. കാരണം അവിടെ സമരവും കാര്യങ്ങളും ആയതുകൊണ്ട് ഒരു സാധനം ഇല്ലായിരുന്നല്ലോ ഇവനെ. വണ്ടിക്കാരൊക്കെ കുറെ പേര് അവിടെ ഒതുക്കിയ ഭക്ഷണം വെക്കുന്നത്, കാരണം പോകാൻ പറ്റില്ലല്ലോ. ട്രാൻസ്പോർട്ട് നിരച്ചല്ലോ, അത് കാരണം ഒരു സാധനം എവിടെ ഇല്ല അല്ലേ. പച്ചക്കറി ആയിക്കോട്ടെ എല്ലാം ചീഞ്ഞൊക്കെ ഇന്ന് കിട്ടിയത്. നമ്മുടെ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടുന്ന് സാധനം മേടിച്ചല്ലേ. നമ്മള് ചോദിച്ചു നമുക്ക് കിട്ടി, ചോദിക്കും നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും നമുക്ക് കിട്ടിയല്ലേ. അതന്നെ ഇവിടെ വെച്ച് ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ, അവര് കഴിക്കില്ല. അപ്പൊ നമുക്ക് ആ സാധനം കിട്ടി. അപ്പൊ ഈ സാധനം പാവുകയാണെങ്കിൽ നമുക്ക് നാളെ നമുക്ക് ഇത് കൂട്ടൊന്നും മേടിച്ചാൽ മതി. വിഷില് മേടിക്കാൻ കിട്ടും അല്ലേ. ഇതില് നമ്മുടെ കാര്യം പെട്ടു, നമുക്ക് പെട്ടെന്ന് ചോറാക്കി. ഇതാകുമ്പോ 3 വിഷില് മതി. ആ മറ്റാകുമ്പോ അരമണിക്കൂർ വേണം. ചിക്കൻ കറി ഏകദേശം റെഡി ആയല്ലേ ഇവനെ? എങ്ങനെയുണ്ട്, രസമുണ്ടോ? ഞാൻ തന്നെ ഇത് തീർക്കും. രസമുണ്ടോ? നമ്മൾ അബദ്ധം പറ്റി, നമ്മൾ ചോറുണ്ടാക്കിയിട്ടല്ലേ കറി ഉണ്ടാക്കുക. ഇപ്പൊ നേരെ തലതിരിഞ്ഞ ഇന്ന് തീരുവൻ ദൈവം വിസിലില്ലാണ്ട് പോയില്ല, അതാ പറ്റിയേ. ഫസ്റ്റ് ചോറ് രസമുണ്ടോ? 2 AC ഇട്ടിട്ട് ഇതിനകത്ത് തന്നെ ചൂടാ. അതെന്നെ സംബന്ധിച്ച് അതിനകത്ത് വരുന്ന നോക്കിയേ, സത്യം. ഇനി എ സി സീറ്റ് വലി തുടങ്ങിയോ നമ്മളറിയാതെ. പെട്ടെന്ന് തീരുമാനിച്ചൊരു കേസ് കേട്ടോ. എന്നാലും പിന്നെ ഉരുളക്കിഴങ്ങ് മേൽക്കോട്ടെ അജില് ഭയങ്കര ഇഷ്ടമാണോ? അതുകൊണ്ടല്ല, ഇല്ല ഏകദേശം തീരുമാനമായി. അതിനെ കേടായി പോയല്ലേ. ഇവിടുത്തെ പച്ചക്കറിക്ക് ഒരു ക്വാളിറ്റി ഇല്ല ഇവനെ, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര ഒരു ഇതില്ല. വേറെ കാര്യമുണ്ട് ഇവനെ, വെജ് മാത്രമേ കഴിക്കുള്ളൂ. ഗൈസ് നോക്കൂ, നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കൂട്ടിക്കുള്ള ഉരുളക്കിഴങ്ങ് അരി കേട്ടോ. ഇതിൽ ചിലതൊക്കെ കേസായിട്ട് സാധനമാണ്, ചിലതൊക്കെ എന്നെ പോലെ പേടാ. സത്യമായിട്ടുള്ള കാര്യമാണ്. അജിലെ പോലെ അല്ല, എന്നെ പോലെ. വേറെ കാര്യമുണ്ട് ഇവനെ. ഇത് നമുക്ക് എല്ലാം നമുക്ക് ഉപയോഗിച്ച് തീർത്താക്കാം, വെറുതെ അല്ലെ പോകും. കൊറേ പച്ചക്കറി വെറുതെ ഇരിപ്പുണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ രാത്രി 2 മണി 3 മണി ഈ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ വണ്ടി ഒതുക്കുന്നത്. അതേസമയം നമ്മൾ വെട്ടിത്തിളയ്ക്കുന്ന നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി കേട്ടോ. ഈ ചിക്കൻ കറി അങ്ങ് ഇച്ചിരി ചോറും ഇച്ചിരി അച്ചാറും ഇച്ചിരി മുളകും കൂടി കൂടി എന്റെ അമ്മ ഇതിന്റെ രസം എന്തായിരിക്കും രാത്രി നമ്മൾ 1 മണി 2 മണി അത് ശരിക്കും അറിയാം. രാവിലെയാണ് അതിന്റെ സുഖം അറിയാം. നമ്മൾ അതേ സമയത്ത് തന്നെ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സൂപ്പർ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം എല്ലാം പോവാൻ തുടങ്ങി. എന്നാ പിന്നെ ഇനിയിപ്പോ നാളെ ആകുമ്പോഴേക്ക് ഇത് കൂടുതൽ പോകും. എന്നാ പിന്നെ ഇത് വെട്ടിക്കൂട്ടി എന്നാ പിന്നെ ഒരു മെഴുക്കൂട്ടി വെച്ചാക്കാൻ നമുക്ക് വിചാരിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് സാമ്പാർ പൊടിയും ഇച്ചിരി ഇത് കൂടി ഓ ഗായ്സ് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളെ കറി റെഡിയായി. ഇനി ഇതാണ് ഏറ്റവും നല്ല ഇതെന്ന് പറയാം. നല്ല പൊള്ളുമ്പോ ഇനി ഒരു കാര്യമുണ്ട്, നമുക്ക് ചോറ് പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്റെ കാര്യം എന്നറിയോ, ഈ ചൂട് ഒഴിവായി കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വണ്ടി വൃത്തികേടാവില്ല. അതല്ല വേറെ കാര്യമുണ്ട്, പിശിൽ അങ്ങനെ എണ്ണം കൂടും. ഇവിടെ വെച്ചാണേല് അജില് ഗ്യാസ് ഊറ്റിയും പിടി തുറക്കാതെയോ താഴോട്ട് തുറക്ക്. ഞാൻ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞുതരാം. താഴോട്ട് തുറക്ക്. ഇത് പുറത്തോട്ട് കൊണ്ടോ. കറി നോക്കണേ, കറി പോകാതെ. അല്ല നമ്മള് അവിടെ തന്നെ വെച്ചാൽ മതി ചേച്ചിലെ. അവിടെ പോരാ, നമുക്ക് കണ്ണി കാണുന്നിടത്ത് വെച്ചാ പോരെ. എവിടെ കണ്ണി കാണുന്നിടത്ത് വെച്ചാ പോരെ. നമുക്ക് ഇവിടെ ചോറും കൂടെ വെക്കല്ലേ ഇവനെ. 1 2 3 കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. നമ്മള് 4 വിസിലടിച്ചു. അല്ല 4 വിസിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് 10 മിനിറ്റ് കൂടെ വെക്കുകയും ചെയ്തു. ഇപ്പൊ ഗ്യാസ് ആയി ഇവന് ഓണാക്കിയോ? ഇല്ല, ഗ്യാസ് തീർന്നതിനാ. എന്നാല് എന്നാ കത്താത്തെ?
കത്തിയല്ലേ? ഏകദേശം നമ്മുടെ ഗ്യാസ് തീരാനേ ഇവനെ. നമുക്ക് അടുത്ത എവിടെ നിന്ന് നിറയ്ക്കണേ ഇവനെ. 4 വിഷിൽ കാണാം. നമ്മുടെ കറി റെഡി കേട്ടോ. ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി, ഇതാണ് നമ്മുടെ ചിക്കൻ കറി, ഇതാണ് നമ്മുടെ അച്ചാറ്, ഇതാണ് ഞങ്ങളുടെ മുളക്. എത്ര പെട്ടെന്ന് രക്ഷപ്പെടണം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ജവാനിക്കുള്ളൊന്നും വലിയ ബ്രാൻഡിക്കുള്ളൊന്നും കിട്ടൂല്ലോ. കൂടിപ്പോയി കഴിഞ്ഞാൽ വല്ല വേറെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അതൊന്നും അല്ല. ഇവിടെ എന്താ സംഭവം അറിയാം? മോങ്കെന്ന് പറഞ്ഞ മോങ്കൊന്നും അല്ല. ഒന്ന് പോയിക്കേ. മൂർഖനോ? രാജവമ്പാല എന്തോ വലിയ സാധനമൊക്കെ അടിച്ചോ. ഞാനൊന്നും നോക്കില്ല, പച്ചക്ക് മലയാളത്തിലേക്ക് അവ ഹിന്ദി വിളിക്കുന്നു, ഞങ്ങൾ മലയാളത്തിൽ വിളിക്കുന്നു. അടിക്ക് തിരിച്ചടി, അടിക്ക് തിരിച്ചടി അല്ലേ? അല്ല, ഇവര് വേറൊരു കാര്യമുണ്ട്. അവര് ഓർക്കും നമുക്ക് ഹിന്ദി അറിയത്തില്ലെന്ന്. അവര് നമ്മളെ ചെവി തെറി വിളിക്കും. നമ്മള് ചിരിച്ചോണ്ട് പോയിട്ട് നമ്മള് തെറി വിളിക്കും, മുഖത്തോട്ട് നോക്കിയിട്ട്. അപ്പൊ എന്നാ സംസാരിക്കാന്ന് പറയാം, ഞങ്ങൾ മലയാളത്തിൽ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയായി, ചിക്കൻ കറിയായി, പിന്നെ അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള അച്ചാർ എടുക്കാൻ സ്പൂണില്ല. അല്ല പിന്നെ ഇവിടെ താക്കോലുണ്ട്, താക്കോൽ വെച്ചെടുത്താലോ, ഒരു വെറൈറ്റി ആയിട്ട്. ചോറ് അവിടെ ആയിട്ടിരുന്ന് അതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റും അല്ലേ ലിബിയ? അതെ, ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റൂലോ അല്ലേ? തണുക്കുന്നതിന്റെ മുമ്പ് എടുക്കണോട്ടോ, കാരണം ചോറിന് ഇച്ചിരി വേവ് കുറവാണ്. പെട്ടെന്നാക്കിയാലോ, 2 മിനിറ്റും കൂടെ വെച്ചായിരുന്ന പെട്ടെന്ന് ആയാനെ. ഓ എന്റെ ദൈവമേ, അവന്റെ തള്ള സഹിക്കുന്ന ഭേദം അല്ലേ? തള്ളല്ല കേട്ടോ, തെറിയ. ഹിന്ദിയിലുള്ള തെറി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പൊട്ടൽ വെച്ചിരിക്കുവായിരുന്നു കേട്ടോ. ഏത് ഭാഷ അറിയാത്തവനും എല്ലാ ഭാഷയിലും തെറി അല്ലേ? എങ്ങനെയാണെങ്കിലും മനസ്സിലാവും. നിന്നോട് സംസാരിച്ചാനോ അവനാണോ ഏതോ വീരക സാധനം അടിച്ചേക്കണം. എന്റെ അമ്മോ, സംഭവം അറിയാം. അവര് ഡാറ്റ് വണ്ടിയിലോട്ട് ഓടിക്കറി, ഇതിന്റെ അകത്ത് വല്ല കൊണ്ടുവച്ച് നമ്മള് മൂഞ്ചി അല്ലേ? സത്യം പറയാം, നാളെ കയ്യും കാലും പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കണ്ടായിരുന്നു. അവര് ചിലപ്പോ കാണാൻ വേണ്ടി കയറുന്നതായിരിക്കും, പക്ഷെ നമുക്ക് പേടിയാണ്. കാരണം ഇവരിങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോ നമുക്ക് പേടിയാ. നിന്നെ എന്നെ തെറിയ വിളിച്ചെന്ന് അറിയാം അവര്. ഇവനവരോട് ഇംഗ്ലീഷ് സംസാരിക്കും, അവനാണ് ഇംഗ്ലീഷ് അറിയത്തില്ല. അവന് പച്ചക്ക് ഹിന്ദി തെറിയവന്, ഇവനാണോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ വേറെ കാര്യമുണ്ട്, അതിന് ഞാൻ സപ്പോർട്ട് പിടിച്ചു. ഞാൻ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് കൊടുത്തു. അതേ സമയത്ത് നല്ല ചിക്കൻ, നല്ല മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് നല്ല സൂപ്പർ സ്വയംബൻ മീനച്ചാറ്. ഇത് നാടനാ അല്ലേ? പിന്നെ മുളക് വേണ്ടല്ലോ. ഇതും കൂടെ കഴിച്ച് ആസനം പുള്ളി പോട്ടോ. കഴിച്ച് നോക്കൂ, ഈ പാതിരാത്രി ഉണ്ടല്ലോ നമുക്കിഷ്ടമുള്ള നമ്മുടെ ഭക്ഷണം അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് രാത്രിയിൽ ഓടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ദാബേനൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കണ്ടേ. അതാണേലും ഡാല് അല്ലെങ്കിൽ ചപ്പാത്തി, റൊട്ടി. അത് ചില സമയത്തുണ്ടല്ലോ, ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു ദിവസം വലിയ അബദ്ധം പറ്റി. ഞങ്ങൾ മുറുകി ചോദിച്ച് പോയി കുറെ സ്ഥലത്ത് പിന്നെ തെറി വിളിച്ചു. കാരണം ഇവിടെ ചില സ്ഥലങ്ങളിൽ അത് കിട്ടൂല അല്ലെ? ഇപ്പൊ ആ കുക്കർ നമ്മള് ചിക്കൻ വെച്ചെന്നും പറഞ്ഞ് അവര് ഫുള്ള് എന്തോ സോപ്പിലിട്ടൊക്കെ മൊത്തം കഴുകുന്നുണ്ട് അല്ലേ? ഇതേപോലെ ഉപ്പ് തൊട്ട് കൂട്ടി വേണം കേട്ടോ കഴിക്കാൻ. അത് തൊട്ട് കൂട്ടി. അപ്പം പറഞ്ഞു തന്ന കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഇതുപോലെ പോയപ്പം പിന്നെ ഇവിടെ മുറുകി കിട്ടുന്ന കടയിൽ കയറി കേട്ടോ, അടിച്ചെല്ലാരും കോണാട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ കലക്കി സാധനം തന്നു. സാധനം 10 പൈസ കഴിക്കാൻ പോലും പറ്റൂലായിരുന്നു. പിറ്റേ ദിവസം എല്ലാവർക്കും ഭയങ്കര ലൂസ് മോഷൻ, ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ഞങ്ങൾ ശബ്ദം ഇട്ടു, ഇനി ജീവിതത്തില് പുറത്തൊന്നുമില്ല. നല്ല ലിവിനെ അത് എന്നെ സംഭവം അറിയോ, അവർ അടിച്ചടിച്ചടിച്ച് ഒരു ആവേശം കയറിയതാ. എന്തൊക്കെ ഇട്ടെന്ന് അവർക്ക് പോലും ഒരു പിടുത്തമില്ല. അല്ലെ? അന്നത്തെ ദിവസം അവരെല്ലാരും തെറിയായിരുന്നു അല്ലേ? അതെ, ഏറ്റവും നല്ലത് നമ്മൾ വെച്ച് കഴിക്കുന്നത് അല്ലേ? അതാണ്, നമുക്ക് പേടിക്കാനില്ല. അത് എന്ത് പറ്റിയാലും നമ്മൾ സ്വന്തം അനുഭവിച്ചോളൂ. ഓ ഗായ്സ്, ഞാനും അജിലും കൂടെ ഇങ്ങനെ പാത്രം വൃത്തിയാക്കാൻ വേണ്ടി വന്നു കേട്ടോ. നേരെ ഒരു ദാബയുടെ സൈഡിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം കിട്ടിയല്ലേ അജിലെ? ഇവിടെ വെള്ളം കിട്ടിയോണ്ട് നമുക്ക് എളുപ്പം. വേറെ കാര്യമുണ്ട്, പെട്ടെന്ന് നമുക്ക് കഴുകാം. എന്നാ കാര്യം എന്ന് വെച്ചാല് ഇവർ ഓടിക്കുന്ന പിന്നെ നമുക്ക് പെട്ടെന്ന് പോകണം. നമുക്ക് അതിനകത്ത് ഇതും തീരാനായി, ഏതാ വെള്ളം തീരാനല്ലേ? ഓ ഗൈസ് നോക്കൂ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ കാണുന്ന ഒരു ദാബ കേട്ടോ, ആ ദാബയുടെ തൊട്ട് സൈഡിൽ ഇതേപോലെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മളുണ്ടല്ലോ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി തീർക്കുകയാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ കഴുകിയില്ലേ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുമല്ലോ. പിന്നെ അടി കഴിഞ്ഞു അല്ലേടാ അല്ലേ? ഗൈസ് നോക്കൂ, നേരത്തെ നമ്മൾ ആ കാണുന്ന അവിടെ ഇട്ടോ ഭക്ഷണം വെച്ചേ. അവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന HPയുടെ പമ്പിൻ്റെ ഇവിടെ കൊണ്ടുവന്നു. ഓ ഗൈസ്, ഈ കാണുന്ന ഈ പമ്പിൻ്റെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ആട്ടോ നമ്മൾ വണ്ടി ഇട്ടാക്കണേ. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം ആളും അനക്കവും സംവിധാനമൊക്കെ ഉണ്ടാവും. ഓ ഗൈസ് നോക്കൂ, ഇനിയിപ്പോൾ കിടക്കണേൽ നമുക്ക് ജനറേറ്റർ അടിക്കണം. അത്രയ്ക്കും ചൂടാട്ടോ, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. നമ്മളുണ്ടല്ലോ ആകെ ഇതിൻ്റെ അകത്ത് വെന്തുരുകുന്ന പോലെ കേട്ടോ. അല്ലടാ, എന്നെ ചൂട്